ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ആഴ്സണൽ വേഴ്സസ് പി എസ് ജി ബാക്ക് ടു ബാക്ക് ഫൈനൽ കളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് പി എസ് ജി പിന്നെയും ഒരു ഫൈനൽ കൂടി കളിക്കാൻ വരുന്നു. അതും സെമി ഫൈനലിൽ തോൽപ്പിച്ചത് ബുണ്ടസ് ലീഗ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിനാണ്. വട്ടവർ കോൺട്രവേഴ്സി പലതൊക്കെ ഉണ്ടാവാമെങ്കിലും ഇനി അവർ ഫൈനലിലേക്ക് കയറിയല്ലോ. ഒഫീഷ്യലായിട്ട് അവർ ഫൈനലിലേക്ക് കയറി. ഇനി ഫൈനലിൽ കളിക്കുന്നത് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായ നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ആഴ്സണലിനെതിരെയാണ്. അപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ ഈ ആഴ്സണൽ വേഴ്സസ് പി.എസ്.ജി അവർ ഈ ചാമ്പ്യൻസ് ലീഗിൽ കളി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയുക പി.എസ്.ജിക്കാണ് സാധ്യത. ഞാനാണെങ്കിലും ഒബ്വിയസ്ലി പി.എസ്.ജിക്കാണ് ഒന്നും കൂടി ആഴ്സണലിലേക്ക് സാധ്യത കൂടുതൽ കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരാണ്. ഇപ്രാവശ്യം ബാക്ക് ടു ബാക്ക് ഫൈനൽ വരുന്നു. അവരുടെ മുന്നേറ്റ നിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാൻ ഡെമ്പലെ, ഡുവേ, പിന്നെ കവർസ്കാലിയ ആ ടീം നോക്കുന്നു. മധ്യനിരയ്ക്ക് പോകുമ്പോൾ ഫാബിയൻ റോയ്സ്, വിറ്റീനിയ, പിന്നെ ബാക്ക് വരും മാർക്കിന്യോസ്, ന്യൂനോ മെൻഡിസ്. അങ്ങനെ അവരൊരു യൂണിറ്റായിട്ട് അവർ കളിക്കുന്നു. ആഴ്സണൽ യൂണിറ്റായിട്ട് കളിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ സെക്കൻഡ് ലീഗിൽ കണ്ടു. അവർ ഒറ്റ യൂണിറ്റായിട്ട് ഒരു ഗോൾ അടിച്ചില്ലെങ്കിൽ ഒരു ഗോൾ അടിച്ചുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു യൂണിറ്റായിട്ട് അവർ കളിക്കുന്ന കണ്ടു. പക്ഷെ അവരെക്കാൾ ഒന്നും കൂടി ഞാൻ പ്രിഫറൻസ് ഫൈനൽ ജയിക്കുന്ന പ്രിഫറൻസ് കൊടുക്കുന്നത് പി.എസ്.ജിക്കാണ്. അപ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇതേ പി.എസ്.ജി നമ്മുടെ ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ ചെൽസിയെ നേരിടുന്നു. എല്ലാവരും ചെൽസിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ചെൽസി അവസാനം പമ്പന്മാരായ പി.എസ്.ജിയെ അടിച്ചിട്ടില്ലേ. മറസ്കയുടെ കോച്ചിങ്ങിലുള്ള മറസ്കയുടെ കോച്ചിങ്ങിലുള്ള ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായില്ലേ. ഇപ്പോഴത്തെ ചെൽസിയുടെ അവസ്ഥ നോക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും എങ്ങനെയാണോ ഇവർ ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായെന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്നിരുന്നാൽ പോലും ഇവരടിച്ചിട്ടത് പി.എസ്.ജി തന്നെയല്ലേ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ സെക്കൻഡ് ലീഗ് ഒന്നുമില്ല, ഒറ്റ ലീഗേ ഉള്ളൂ. ആ 90 മിനിറ്റിൽ എന്ത് സംഭവിക്കുന്നു? ഏറ്റവും കൂടുതൽ ഗോൾ ആരടിക്കുന്നു അവർ ജയിക്കും. അപ്പോൾ വലിയ സാധ്യത ആഴ്സണലിന് കൊടുത്തില്ലെങ്കിൽ പോലും ചെൽസിയുടെ അവസ്ഥ ആയാലും മതി. ചെൽസി അടിച്ചിട്ടത് പി.എസ്.ജിനെയാണ് നമ്മുടെ ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ. അത് കാരണം കൊണ്ട് ആഴ്സണലിനെയും ആ 90 മിനിറ്റ് ആഴ്സണൽ എന്ത് കാണിക്കുന്നു അതനുസരിച്ചിരിക്കും ഇത്. ആഴ്സണൽ ചിലപ്പോൾ ഒരു ഗോൾ ആദ്യമേ ആഴ്സണൽ ഒരു ഗോൾ അഡ്വാൻസ് ഇട്ടിട്ട് ബസ് പാർക്കിംഗ് പരിപാടി ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പി.എസ്.ജി പഠിച്ച പണി 18 കാണിച്ചിട്ട് ഇപ്പോൾ നടക്കില്ല. അതേ അവസ്ഥ തന്നെയാണല്ലോ നമ്മുടെ ചെൽസിക്കെതിരെ വന്നത്. ചെൽസി ബസ് പാർക്കിംഗ് ആണോ അല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. എനിവേ ചെൽസി എന്നുള്ള ടീമിന് ആരും പരിഗണന കൊടുക്കാതിരുന്നപ്പോൾ ചെൽസി കയറി പി.എസ്.ജിനെ അടിച്ചു. പി.എസ്.ജി അന്നും ഇന്നും അതേപോലെ ശക്തമായ ടീം തന്നെയാണ്. ആ ശക്തമായ ടീമിനാണ് ചെൽസി അടിച്ചിട്ടത്. അതുപോലെ തന്നെ ചെൽസിയേക്കാൾ ഒന്നും കൂടി ശക്തമായ ടീമാണ് ആഴ്സണൽ, ഡെഫിനറ്റ്ലി. അപ്പോൾ ആഴ്സണലിനെ എന്തുകൊണ്ടും പി.എസ്.ജിയെ വീഴ്ത്താനുള്ള കരുത്തുണ്ട്. പക്ഷേ കണക്കിലും കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി.എസ്.ജിക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അവരുടെ ആ ഒരു പവർ, ഉസ്മാൻ ഡെമ്പലെ, ഡുവേ, കവർസ്കാലിയുടെ സ്പ്രിൻ്റൊക്കെ കണ്ടല്ലോ. ഡുവയുടെ പോക്കും ഉസ്മാൻ ഡെമ്പലിൻ്റെ ഗോൾ അടിക്കാനുള്ള എബിലിറ്റി ഒക്കെ നോക്കിയാണല്ലോ, രക്ഷയില്ല. പിന്നെ സെൻറ്ററിൽ അവർ പന്ത് കൺട്രോൾ ചെയ്യുന്ന രീതിയുണ്ട്. വിറ്റീനിയും ഫാബിയൻ റൂയിസൊക്കെ പോയിട്ടൊരു പന്ത് അവരുടെ പരിധിക്ക് വെക്കുന്നൊരു കളിയുണ്ട്. പിന്നെ ഡിഫൻസ് ഓൾവേസ്, ഗോൾ കീപ്പർ മോശമല്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് ഫൈനലിൽ ഒബ്വിയസ്ലി പി.എസ്.ജി തന്നെയാണ്. പക്ഷേ 90 മിനിറ്റിൻ്റെ കളിയാണ്. ആ ദിവസം ആ 90 മിനിറ്റിൽ ആര് കൂടുതൽ ഗോൾ അടിക്കുന്നു അവർക്കാണ്. ചെൽസി പി.എസ്.ജിനെ അട്ടിമറിച്ചുവെങ്കിൽ ചെൽസിയേക്കാൾ മികച്ച ടീമാണ് ആഴ്സണൽ. എന്തുകൊണ്ടും പി.എസ്.ജി അട്ടിമറിക്കാനുള്ള സാധ്യത ആഴ്സണലിലുണ്ട്. അപ്പോൾ ഇത് മികച്ചൊരു 90 മിനിറ്റ് ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അറ്റാക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന പി.എസ്.ജിക്കാണെങ്കിൽ ആഴ്സണലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല.